Hello students, welcome back to Literary Criticism and Theory. Today we are going to discuss Percy Bysshe Shelley. He was born in 1792 and died in 1822. Percy Bysshe Shelley was born August 4, 1792 at Field Place, Sussex, England, at the eldest son of Timothy and Elizabeth Shelley. He attended Eton College for 6 years beginning in 1804 and then went on to Oxford University. He began writing poetry while at Eton, but his first publication was a Gothic novel, Zastrozzi, 1810. His first anthology of poetry, Original Poetry by Victor and Zaze, was also published in 1810. In 1811, Shelley wrote a pamphlet, The Necessity of Atheism, consequent to which he was expelled from Oxford. Refusing to withdraw the same and to forsake his ideals like atheism, political radicalism, and sexual freedom, his father disinherited him. Some other ideals propounded by him include vegetarianism, socialism, and nonviolent resistance. While influencing Mahatma Gandhi, some of his major works are Queen Mab, a philosophical poem, Mont Blanc, Lon and Sinda, The Revolt of Islam, Ozymandias, Ode to West Wind, Prometheus Unbound, and Adonis. Shelley collaborated with his second wife Mary Shelley, daughter of renowned couple William Godwin and Mary Wollstonecraft, in her famous work Frankenstein on July 8, 1822. Shortly before his 13th birthday, Shelley was drowned in a storm off the coast of La Spezia, Italy, in his schooner, the Don Juan. Okay, now let's explain. Percy Bysshe Shelley, born in 1792, died in 1822. പെർസി ബിയസി ഷെല്ലി ജനിച്ചത് 1792 മരിച്ചത് 1822 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റായിരുന്നു അല്ലെങ്കിൽ ഒരു റൈറ്ററായിരുന്നു പെർസി ബിയസി ഷെല്ലി. ഓക്കെ, അപ്പോൾ അദ്ദേഹം ജനിച്ചത് ഓഗസ്റ്റ് 4 1792 അറ്റ് ഫീൽഡ് പ്ലേസ്, സസെക്സ്, ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത്. തിമോത്തിയുടെയും എലിസബത്ത് ഷെല്ലിയുടെയും എൽഡർ സണ്ണായിട്ടാണ് നമ്മുടെ ഷെല്ലി PB ഷെല്ലി എന്നാണ് ചുരുക്കപ്പേരായിട്ട് പറയാറുള്ളത്. PB ഷെല്ലി ജനിച്ചത്. ഓക്കെ, he attended Eton College for 6 years beginning in 1804 and then went on to Oxford University. അദ്ദേഹം ഈറ്റൺ കോളേജിൽ പഠിച്ചു. അതിൻ്റെ മുന്നേ വേറൊരു ചെറിയ കോളേജിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഈറ്റണിൽ ജോയിൻ ചെയ്തു. പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ഓക്സ്ഫോർഡിൽ നിന്ന് പിന്നെ പുറത്താക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഹി ബിഗാൻ റൈറ്റിംഗ് പോയട്രി വൈൽ അറ്റ് ഈറ്റൺ കോളേജിൽ നിന്ന് തന്നെ അദ്ദേഹം പോയട്രിയൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ പ്രായം കുറവായിരിക്കുന്ന സമയത്ത് തന്നെ ഈ നമ്മുടെ റൈറ്റേഴ്സൊക്കെ വർക്കുകൾ എഴുതാൻ തുടങ്ങും. ബട്ട് ഹിസ് ഫസ്റ്റ് പബ്ലിക്കേഷൻ വാസ് എ ഗോത്തിക് നോവൽ, നോട്ട് ദ പോയിന്റ്. ആ ഗോത്തിക് നോവൽ ഏതാണ്? ഷെല്ലി എഴുതിയ ഗോത്തിക് നോവൽ, PB ഷെല്ലി എഴുതിയ ഗോത്തിക് നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ആ പോയിന്റ് നോട്ട് ചെയ്യുക. സെസ്ട്രോസി, 1810 എഴുതിയ സെസ്ട്രോസിയാണ് ആ ഒരു ഗോത്തിക് നോവൽ. ഹിസ് ഫസ്റ്റ് ആന്തോളജി ഓഫ് പോയട്രി, ഒറിജിനൽ പോയട്രി ബൈ വിക്ടർ ആൻഡ് സസീർ, വാസ് ഓൾസോ പബ്ലിഷ്ഡ് ഇൻ 1810. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആന്തോളജി ഓഫ് പോയട്രി പബ്ലിഷ് ചെയ്തതും 1810 രണ്ട് വർക്ക് കേട്ടോ. പിന്നെ in 1811 ഷെല്ലി wrote pamphlet The Necessity of Atheism. നെസസിറ്റി ഓഫ് എത്തിസം എന്നുള്ളൊരു പാംഫ്ലെറ്റ് അദ്ദേഹം എഴുതി പബ്ലിഷ് ചെയ്തു. പക്ഷേ അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. നിരീശ്വരവാദത്തെക്കുറിച്ചൊന്നും അന്നത്തെ കാലത്ത് എഴുതാൻ പാടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഷെല്ലി എന്ത് ചെയ്തു, വേറൊരു റൈറ്ററും കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു നെസസിറ്റി ഓഫ് എത്തിസം എഴുതാനായിട്ട്. എന്തായാലും രണ്ടാളും ആ ഒരു വർക്ക് എഴുതുകയും ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എക്സ്പെൽ ചെയ്യപ്പെടുകയും ചെയ്തു. രണ്ടാളും പുറത്താക്കപ്പെട്ടു. ഓക്കെ, റെഫ്യൂസിങ് ടു വിഡ്രോ ദ സെയിം. എന്നാലും അദ്ദേഹം ആ എത്തിസം എന്നുള്ള ആ ഒരു സംഭവം അദ്ദേഹം ഒരിക്കലും ഒഴിവാക്കാൻ തയ്യാറായില്ല. ഫോർസേക്ക് ഹിസ് ഐഡിയൽസ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഐഡിയൽസ് ആയിരുന്നു. നിരീശ്വരവാദം, പൊളിറ്റിക്കൽ റാഡിക്കലിസം, രാഷ്ട്രീയ തീവ്രവാദം, പൊളിറ്റിക്കൽ റാഡിക്കലിസം, സെക്ഷൽ ഫ്രീഡം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ലൈംഗിക സ്വാതന്ത്ര്യം, ഇതിലൊക്കെ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്ന ആളായിരുന്നു. അതിലൊന്നും അദ്ദേഹം വിഡ്രോ ചെയ്യാൻ തയ്യാറായില്ല. ഹിസ് ഫാദർ ഡിസ്ഇൻഹെറിറ്റഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ഫാദറിന് താല്പര്യമില്ലാത്ത വിഷയങ്ങളായിരുന്നു അതെല്ലാം. സം അതർ ഐഡിയൽസ് പ്രൊപ്പൗണ്ടഡ് ബൈ ഹിം ഇൻക്ലൂഡ് വെജിറ്റേറിയനിസം, സോഷ്യലിസം ആൻഡ് നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ്. അതിൽ ഗാന്ധിജിയുടെ നോൺ വയലൻറ്റ് റെസിസ്റ്റൻസ് അദ്ദേഹത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു.
സം ഓഫ് ഹിസ് മേജർ വർക്ക്സ് ആർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എന്താണ്, ചെറുപ്പത്തിൽ തന്നെ ഷെല്ലിക്ക് 18 വയസ്സാകുന്ന സമയത്ത് ഫസ്റ്റ് അദ്ദേഹം കല്യാണം കഴിച്ചത് ഒരു പുവർ ഫാമിലിയിലുള്ള ഹാരിയറ്റ് വെസ്ബ്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ് ഫസ്റ്റ് കല്യാണം കഴിച്ചത്. അപ്പോൾ ഹാരിയറ്റിൻ്റെ വീട്ടിൽ അത്ര എന്താണ് പണമൊന്നുമില്ലായിരുന്നു. ഷെല്ലി അത്യാവശ്യം എന്താണ് റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആളാണ്. അങ്ങനെ എന്താണ് അവർ കല്യാണം കഴിക്കാണ് ഹാരിയറ്റ് വെസ്ബ്രോക്കിനെ. അതിനുശേഷം അദ്ദേഹം ജീവിതമൊക്കെ തുടങ്ങി അങ്ങനെ പോണതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഷെല്ലിയുടെ ഒരു ടീച്ചറുമായിട്ട് ലവ് അഫെയർ ഉണ്ടാവുന്നത്. എലിസബത്ത് ഹിച്ച്നർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചറുമായിട്ട് അഫെയർ ഉണ്ടാവുന്നു. ഭയങ്കരമായിട്ടുള്ള വലിയ ബന്ധമായി മാറുന്നു. അങ്ങനെ ആ ഒരു എലിസബത്ത് ഹിച്ച്നറിന് വേണ്ടിയിട്ട് അദ്ദേഹം കവിത വരെ എഴുതിയിട്ടുണ്ട്. അതാണ് ക്യൂൻ മാബ് എന്ന് പറഞ്ഞ വർക്ക്. ആ ക്യൂൻ മാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർക്ക്, ദ സം ഓഫ് ഹിസ് മേജർ വർക്ക്സ് ആർ ക്യൂൻ മാബ് കണ്ടോ, എ ഫിലോസഫിക്കൽ പോയം. എന്താണ് ഈ ഒരു ക്യൂൻ മാബ് ഏറ്റവും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ പ്രശ്നങ്ങൾ തന്നെ എന്താണ് എലിസബത്തിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് സിസ്റ്റർ ഓഫ് മൈ സോൾ എന്നൊക്കെ ഈ ക്യൂൻ മാബിൽ ഈ ഒരു എലിസബത്തിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പിന്നെ ഏത് വർക്ക് എഴുതി നോക്കൂ. ക്യൂൻ മാബ്, എ ഫിലോസഫിക്കൽ പോയം, മോൺ ബ്ലാങ്ക്, ലോൺ ആൻഡ് സിൻഡ, എന്താണ് ദ റിവോൾട്ട് ഓഫ് ഇസ്ലാം, ഓസിമാൻഡിയാസ്, ഓഡ് ടു വെസ്റ്റ് വിൻഡ്, പ്രോമിത്യൂസ് അൺബൗണ്ട് ആൻഡ് അഡോണൈസ്. പ്രോമിത്യൂസ് അൺബൗണ്ട് ഇതൊക്കെ ഇറ്റാലിയൻ വർക്കുകളാണ്. പ്രോമിത്യൂസ് അൺബൗണ്ട്, സെൻസി എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം എഴുതിയ ഇറ്റാലിയൻ വർക്കുകളാണ്. അദ്ദേഹം ഇറ്റലിയിലേക്ക് പോകുന്നുണ്ട്, സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്നുണ്ട്, വളരെയധികം യാത്രകൾ നടത്തിയിരുന്ന ആളായിരുന്നു നമ്മുടെ ഷെല്ലി. ഓക്കെ, നെക്സ്റ്റ് അഡോണൈസ്. 1821 എഴുതിയ വളരെ ഇമ്പോർട്ടൻ്റ് വർക്കാണ്. കീറ്റ്സിൻ്റെ മരണത്തെ കുറിച്ചിട്ട് നമ്മുടെ ഷെല്ലി എഴുതിയ എലിജിയാണ് അഡോണൈസ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ സെസ്ട്രോസി ഗോത്തിക് നോവൽ ഷെല്ലി എഴുതിയത്. പിന്നെ ഓക്സ്ഫോർഡിൽ നിന്ന് പുറത്താക്കാൻ കാരണമായിട്ടുള്ള ഷെല്ലിയുടെ വർക്ക് ഏതാണ്? നെസസിറ്റി ഓഫ് എത്തിസം, നോട്ട് ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, ദെൻ പിന്നെ പ്രോമിത്യൂസ് അൺബൗണ്ട് ഒക്കെ എന്താണ് ഇറ്റാലിയൻ വർക്കുകളാണ്. ഓഡ് ടു വെസ്റ്റ് വിൻഡ് നിങ്ങൾക്കറിയാം. പിന്നെ പ്രോമിത്യൂസ് അൺബൗണ്ട് ഇറ്റാലിയൻ വർക്കാണ്. അഡോണൈസ് എന്താണ് കീറ്റ്സിൻ്റെ മരണത്തെക്കുറിച്ച് ഷെല്ലി എഴുതിയ വർക്കാണ്. ഷെല്ലി കൊളാബറേറ്റഡ് വിത്ത് ഈ സെക്കൻഡ് വൈഫ് മാരി ഷെല്ലി. അപ്പോൾ അവിടെ ഒരു ടീച്ചറായിട്ട് പ്രണയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള 2 കപ്പിൾസിൻ്റെ ഒരു വൈഫുമായിട്ടാണ് പ്രണയത്തിലാവുന്നത്. ആരാണ് നമുക്ക് നോക്കാം. വില്യം ഗോഡ്വിൻ്റെയും മേരി വോൾസൺക്രാഫ്റ്റ്. ഈ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. മേരി വോൾസൺക്രാഫ്റ്റിൻ്റെ ഫേമസ് വർക്ക് ഇല്ലെങ്കിൽ കേൾക്കും ഫൈനലിലെത്തുന്ന സമയത്ത്. വില്യം ഗോഡ്വിൻ്റെയും മേരി വോൾസൺക്രാഫ്റ്റിൻ്റെയും ഡോട്ടറായിട്ടുള്ള മേരി ഷെല്ലിയുമായിട്ടാണ് പിന്നീട് നമ്മുടെ ഷെല്ലി പ്രണയത്തിലാണത്. ആ വീട്ടിലൊക്കെ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അതിനിടയ്ക്ക് മേരി ഷെല്ലി നമ്മുടെ PB ഷെല്ലിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ആ സമയത്ത് ടീച്ചറുമായിട്ടുള്ള എലിസബത്ത് ഹിച്ച്നറുമായിട്ടുള്ള ബന്ധമൊക്കെ പൂർണ്ണമായിട്ടും വിച്ഛേദിച്ചിട്ടുണ്ടാവാം. പിന്നെ ഫസ്റ്റ് വൈഫ് ഹാരിയറ്റ് വെസ്ബ്രോക്കുമായിട്ടുള്ളൊക്കെ ബന്ധങ്ങളൊക്കെ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടാണല്ലോ പിന്നെ എപ്പോഴും പറയപ്പെടുന്ന മേരി ഷെല്ലിനെയാണ് ഇപ്പോൾ നമ്മൾ ഒരു ബുക്കുകളിലൊക്കെ നമ്മൾ അധികം കാണുക. പക്ഷേ ഇങ്ങനെയുള്ള ലവ് അഫെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് എന്ത് ചെയ്ത് മാരി ഷെല്ലിയെ കല്യാണം കഴിച്ചത്. മേ ബി എനിക്ക് തോന്നുന്നു എന്താണ് എലിസബത്തിനെ ആ ടീച്ചറെ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല. അവർ പ്രണയത്തിലായി ഇങ്ങനെ നടന്നതായിരിക്കും. മറ്റേ ആ പുവറായിട്ടുള്ള ഹാരിയറ്റ് വെസ്ബ്രോക്കിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. രണ്ടാമത് പിന്നെ കല്യാണം കഴിച്ചത് മേരി ഷെല്ലിനെയാണ്. അപ്പോൾ റിനൗണ്ട് കപ്പിൾ വില്യം ഗോഡ്വിൻ്റെയും മേരി വോൾസൺക്രാഫ്റ്റിൻ്റെയും മകളായിട്ടുള്ള മേരി ഷെല്ലിയെ കല്യാണം കഴിക്കുന്നു. ഇൻ ഫോർ ഫേമസ് വർക്ക് ഫ്രാങ്കസ്റ്റെയിൻ മേരി ഷെല്ലിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. എന്താണ് ഓൺ ജൂലൈ 8, 1822 ഷോർട്ട്ലി ബിഫോർ ഹിസ് 13th ബർത്ത്ഡേ ഷെല്ലി വാസ് ഡ്രൗൺഡ് ഇൻ എ സ്ട്രോം ഓഫ് ദ കോസ്റ്റ് ഓഫ് ലാ സ്പെസിയ ഇറ്റലി ഇൻ ഹിസ് സ്ക്യൂണർ ദ ഡോൺ ജാൻ. ഷെല്ലി ഇറ്റലിയിലേക്കും യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ഇറ്റലിയിലേക്ക് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിച്ചു വരും. അങ്ങനെയുള്ളൊരു യാത്രയിലാണ് കീറ്റ്സിനെ നമ്മുടെ കുറേ റൈറ്റേഴ്സിനെ ആ ഒരു യാത്രയിൽ നമ്മുടെ ഷെല്ലി കണ്ടുമുട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ കീറ്റ്സിനെ കണ്ടുമുട്ടി ശരിക്കും ഈ ഡോൺ ജോന്
എന്ന് പറഞ്ഞൊരു കപ്പൽ മുങ്ങിയിട്ടാണ് നമ്മുടെ ഷെല്ലി മരണപ്പെടുന്നത്. ഡോൺ ജാൻ എന്ന് പറഞ്ഞ കപ്പൽ. ഈ ഡോൺ ജാൻ എന്ന് പറഞ്ഞ വർക്ക് ലോർഡ് ബൈറൻ്റെ വർക്കാണ്. ലോർഡ് ബൈറൻ ഈ വർക്ക് എഴുതിയത് നമ്മുടെ PB ഷെല്ലിയുടെ മരണത്തിന് ഇതാക്കിക്കൊണ്ടുള്ള എലിജിയായിട്ടാണ്. ഇത്രയാണ് ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു. Hello dear students, welcome back to Literary Criticism and Theory. Today we are going to discuss the concept of poetry by Shelley. Shelley wrote the essay A Defense of Poetry to refute the arguments of Thomas Love Peacock in his essay The Four Ages of Poetry, which Shelley considered as very clever but false, which excited him to a sacred rage. Even though he wrote it in 1821, the essay was published by Mary Shelley in 1840 in the collection Essays, Letters from Abroad, Translations and Fragments. അപ്പോൾ ഇന്നലെ നമ്മൾ ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷനൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്താണ് ഷെല്ലിയുടെ ലിറ്റററി ക്രിറ്റിസിസം എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്കലായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. ഓക്കെ, ലിസൺ ഹിയർ. ഷെല്ലി റോട്ട് ദി എസ്സേ ഡിഫെൻസ് ഓഫ് പോയട്രി. ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞത് അതിൽ തന്നെയാണ് കാര്യമായിട്ട് ഷെല്ലിൻ്റെ മൊത്തം ക്രിറ്റിസിസം വരുന്നത്. ഷെല്ലി എഴുതിയൊരു എസ്സേ ആണ് ഡിഫെൻസ് ഓഫ് പോയട്രി. അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്കൽ എസ്സേ ഏതാണ്? ഡിഫെൻസ് ഓഫ് പോയട്രി. ഈ ഒരു വർക്കിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ്, എങ്ങനെയൊക്കെയാണ് പോയട്രി, ആരാണ് പോയറ്റ്, ആരാണ് പോയട്രി, ആക്ച്വലി എന്താണ് പോയട്രി കൊണ്ട് എന്താണ് സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇങ്ങനത്തെ ഷെല്ലിൻ്റെ ആർഗ്യുമെൻറ്റ്സ്, ഷെല്ലിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള എല്ലാ വാദങ്ങളും അദ്ദേഹം പറയുന്നത് ഈ ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ട് 1821 എഴുതിയ ഈ ഒരു വർക്കിലൂടെയാണ്. ടു റെഫ്യൂട്ട് ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് തോമസ് ലവ് പീകോക്ക് ഇൻ ഹിസ് എസ്സേ. ഇത് ആക്ച്വലി എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണ്? തോമസ് ലവ് പീകോക്ക് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന വേറൊരു എഴുത്തുകാരനാണ് തോമസ് ലവ് പീകോക്ക്. ഇദ്ദേഹത്തിൻ്റെ 4 Ages of Poetry എന്ന് പറഞ്ഞ എസ്സേനെ എതിർത്തുകൊണ്ട് അതിൽ പറയുന്ന ചില വാദങ്ങളെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട്, തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ടാണ് നമ്മുടെ ഈ ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞ എസ്സേ ഷെല്ലി എഴുതുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഷെല്ലി റോട്ട് ദി എസ്സേ ഡിഫെൻസ് ഓഫ് പോയട്രി ഇൻ റെസ്പോൺസ് ടു Thomas Love Peacock essay The Four Ages of Poetry. Understood? Okay, which Shelley considered as very clever but false, which excited him to a sacred rage. അദ്ദേഹം തോമസ് ലവ് പീക്കോക്ക് അദ്ദേഹത്തിൻ്റെ 4 Ages of Poetryയിൽ ഷെല്ലിനെ കുറിച്ച് പറയുന്നത് വെരി ക്ലവർ ബട്ട് ഫാൾസ്. അദ്ദേഹം ക്ലവറാണ്, പക്ഷേ ഫാൾസ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എന്നുള്ള ഫാൾസായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് ഫുള്ളായിട്ട് ക്രിറ്റിസിസം ആണല്ലോ. ഓരോ റൈറ്റേഴ്സ് ഓരോരുത്തരെ എതിർത്തുകൊണ്ടും ഇതാക്കിക്കൊണ്ടൊക്കെ പറയുന്നതാണ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലവ് പീകോക്ക് അദ്ദേഹത്തിന് 4 Ages of Poetryയിൽ ഷെല്ലിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? വെരി ക്ലവർ ബട്ട് ഫാൾസ് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഷെല്ലിക്ക് അത് ദേഷ്യം ഉണ്ടാക്കി അല്ലേ. ഈവൻ ദോ ഹി റോട്ട് ഇറ്റ് ഇൻ 1821, അദ്ദേഹം 1821 ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞ വർക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും ആക്ച്വലി മേരി ഷെല്ലി 1840 അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് പബ്ലിഷ് ചെയ്തിരുന്നത്. മേരി ഷെല്ലി നല്ല എഴുത്തുകാരിയായിരുന്നു. ആരുടെ മകളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്? വില്യം ഗോഡ്വിൻ്റെയും മേരി വോൾസൺക്രാഫ്റ്റിൻ്റെയും മകളായിട്ടുള്ള മേരി ഷെല്ലി ആണ് പിന്നീട് അത് പബ്ലിഷ് ചെയ്യുന്നത്. ഏത് വർക്കിലാണ്? എസ്സേസ്, ലെറ്റേഴ്സ് ഫ്രം അബ്രോഡ്, ട്രാൻസ്ലേഷൻസ് ആൻഡ് ഫ്രാഗ്മെൻറ്റ്സ്. ഈ ഒരു വർക്കിലാണ് ഡിഫെൻസ് ഓഫ് പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. ആക്ച്വലി ഒറിജിനലി ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1821 ബട്ട് ഇറ്റ് പബ്ലിഷ്ഡ് in 1840 by Mary Shelley. Okay. Shelley begins the essay by clearly dividing mental faculty into 2 parts, namely reason and imagination. Reason tries to find out the relationship between thoughts and ideas, whereas imagination attempts to give color to the thoughts and also to create new thoughts from them which are complete in themselves. Imagination shows synthetic principles and its forms are universal in nature and existence. Reason is the analytical principles.
Reason is to imagination as the instrument to the agent, as the body to the spirit, as the shadow to the substance. He compares reason to quantity and imagination to quality, in which quality is superior attribute. Reason cannot create, but can only operate on what is created by imagination. നോക്കൂ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഷെല്ലി ബിഗിൻസ് ദ എസ്സേ. ഷെല്ലി അദ്ദേഹത്തിൻ്റെ എസ്സേ തുടങ്ങുന്നത് എങ്ങനെയാണ് നോക്കൂ. ഡിസ്റ്റിങ്വിഷിങ് ബിറ്റ്വീൻ റീസൺ ആൻഡ് ഇമാജിനേഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ഹി ഡിവൈഡഡ് ദ മെൻ്റൽ ഫാക്കൽറ്റി ഇൻ ടു ടു. മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് കേട്ടോ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഷെല്ലി ഡിവൈഡഡ് മെൻ്റൽ ഫാക്കൽറ്റി ഇൻ ടു ടു. എന്തൊക്കെയാണ്? റീസൺ ആൻഡ് ഇമാജിനേഷൻ. അപ്പോൾ ക്വാളിറ്റീസിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും എന്താണ്? ഫാൻസിയും ഇമാജിനേഷനും. പിന്നെ ഇമാജിനേഷൻ രണ്ടായി തിരിച്ചിട്ടുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമാജിനേഷൻ. ബട്ട് ഇൻ ഷെല്ലിയുടെ ഇതിൽ എന്തൊക്കെയാണ്? റീസണെയും ഇമാജിനേഷനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. ഷെല്ലി ബിഗിൻസ് ഹിസ് എസ്സേ ഇൻ ഡിസ്റ്റിങ്വിഷിങ് ബിറ്റ്വീൻ റീസൺ ആൻഡ് ഇമാജിനേഷൻ. അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്? ഷെല്ലി ഡിഫൈൻസ് റീസൺ ആസ് ലോജിക്കൽ തോട്ട് ബട്ട് ഇമാജിനേഷൻ ആസ് എ പെർസെപ്ഷൻ. അല്ലെങ്കിൽ എന്താണ് ഒരു നമുക്കിങ്ങനെ പറയാൻ പറ്റും, റീസൺ ഒരു ലോജിക്കൽ തോട്ടാണ്, ഇമാജിനേഷൻ ഒരു പെർസെപ്ഷൻ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒരു അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ റീസൺ ഒരു ലോജിക്കൽ തോട്ടാണ്, ഇമാജിനേഷൻ ഒരു ട്രൂ സോഴ്സ് ഓഫ് നോളേജ് ആണ്. ഓക്കെ, റീസൺ ഈസ് എ ലോജിക്കൽ തോട്ട്, ഇമാജിനേഷൻ ഈസ് എ ട്രൂ സോഴ്സ് ഓഫ് നോളേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. റീസണും മെൻ്റൽ ഫാക്കൽറ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് റീസണ്, രണ്ടാമത്തത് ഇമാജിനേഷൻ. ഓക്കെ, റീസൺ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തോട്ട്സ് ആൻഡ് ഐഡിയാസ്, whereas imagination attempts to give color to the thoughts and also to create new thoughts from them which are complete in themselves. നമുക്ക് റീസൺ എന്താണ് ചെയ്യുന്നത്? റിലേഷൻഷിപ്പ്, തോട്ട്സും ഐഡിയാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് റീസൺ ചെയ്യുന്നത്. തോട്ടും ഐഡിയാസും, അല്ലാതെ അത് കംപ്ലീറ്റ് അല്ല അല്ലേ? തോട്ടും ഐഡിയാസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് റീസൺ ശ്രമിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. റീസൺ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഐഡിയാസ്, whereas at the same time imagination എന്തിനാണ് ശ്രമിക്കുന്നത്? ടു ഗിവ് കളർ ടു ദ തോട്ട്സ് ആൻഡ് ഓൾസോ ക്രിയേറ്റ് ന്യൂ തോട്ട്സ്. ഇമാജിനേഷൻ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സ്, നമ്മളെ മൈൻഡിൽ കുറേ ചിന്താധാരകളുണ്ട്, ആ ചിന്തകൾക്കൊക്കെ കളറ് കൊടുത്തിട്ട് പുതിയ തോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പുതിയ വർക്ക് ഓഫ് ആർട്ടാക്കിയിട്ട് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ റീസണ് വേണം. റീസണ് ആ ഒരു ബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇമാജിനേഷൻ കളർഫുൾ ആക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ റീസണും വേണം, ഇമാജിനേഷനും വേണം. റീസണിൻ്റെ പ്രവൃത്തി എന്താണ്? റീസണിൻ്റെ വർക്ക് എന്താണ്? ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തോട്ട് ആൻഡ് ഐഡിയാസ്. തോട്ട്സും ഐഡിയാസും നമ്മളെ റിലേഷൻഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇമാജിനേഷൻ ആ ഒരു തോട്ട്സിന് കളർ കൊടുത്തിട്ട് ന്യൂ തോട്ട്സ് ഉണ്ടാക്കിയിട്ട് പുതിയ വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. Okay, imagination follows synthetic principle and its forms are universal in nature and existence. Imagination എന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ആൻഡ് ഇറ്റ്സ് ഫോംസ് ആർ യൂണിവേഴ്സൽ ഇൻ നേച്ചർ ആൻഡ് എക്സിസ്റ്റൻസ്. സിന്തറ്റിക് ആയിട്ട് മീൻസ് ഒരു ആർട്ടിഫിഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ്. കാരണം തോട്ട്സിന് കളറൊക്കെ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ക്രിയേറ്റിവിറ്റി ആണ് അല്ലേ? അത് അതിൻ്റെ ഫോംസൊക്കെ ഒരു യൂണിവേഴ്സൽ നേച്ചറും എക്സിസ്റ്റൻസും ആണ്. അതും നോട്ട് ചെയ്യട്ടോ. ഇമാജിനേഷൻ ഒരു സിന്തറ്റിക് പ്രിൻസിപ്പിളാണ്. അറ്റ് ദ സെയിം ടൈം റീസൺ ഈസ് ഓഫ് അനാലിറ്റിക്കൽ പ്രിൻസിപ്പിൾ. വിശകലന തത്വങ്ങളാണ്. ഒന്നും കൂടെ അതിന് കാര്യകാരണങ്ങൾ വിശദീകരിക്കുന്ന തത്വങ്ങളാണ്. യുക്തി എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. റീസൺ ഈസ് ടു ഇമാജിനേഷൻ ആസ് ദ ഇൻസ്ട്രുമെൻറ്റ് ടു ദ ഏജൻറ്റ്. ഇമാജിനേഷൻ എന്താ വെച്ചാൽ ഇമാജിനേഷനിന് റീസണ് നിർബന്ധമാണ്. അപ്പോഴേ ഇമാജിനേഷൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഫാൻസിയും ഇമാജിനേഷൻ തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ റീസണ് ഇമാജിനേഷന് വലിയ കാര്യമാണ്. എങ്ങനെയാണ്? ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു ദ ഏജൻറ്റ്. ഒരു ഏജൻറ്റിന് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ബോഡിക്ക് സ്പിരിറ്റ് ഉള്ളതുപോലെ, അല്ലെങ്കിൽ ഷാഡോക്ക് സബ്സ്റ്റൻസ് ഉള്ളതുപോലെ. ഒരു സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന് ഷാഡോ ഉണ്ടാവുള്ളൂ. ബോഡിക്ക് സ്പിരിറ്റ്
സ്പിരിറ്റ് വേണം, എന്നാലേ ബോഡിക്ക് നിലനിൽപ്പുള്ളൂ. ഇതുപോലെയാണ് റീസൺ ഈസ് ടു ഇമാജിനേഷൻ. നോട്ട് ദ പോയിന്റ് ഓൾസോ. ഹി കമ്പയർസ് റീസൺ ടു ക്വാണ്ടിറ്റി ആൻഡ് ഇമാജിനേഷൻ ടു ക്വാളിറ്റി. അതും നമുക്ക് ഓർത്തെക്കാൻ പറ്റുന്നതാണ്. റീസണിനെ ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്, ഇമാജിനേഷൻ ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ ഏതായിരിക്കും സുപ്പീരിയർ ആവുക? ഒരു സംശയവും ഇല്ല. എന്താണ്? ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റി ഈസ് സുപ്പീരിയർ ആട്രിബ്യൂട്ട്. ഏത് ആട്രിബ്യൂട്ടാണ് സുപ്പീരിയർ? ഇമാജിനേഷനാണ്. കാരണം ക്വാളിറ്റിയാണ് ഏറ്റവും സുപ്പീരിയർ, അതുകൊണ്ട് ഇമാജിനേഷനാണ് സുപ്പീരിയർ. റീസൺ കനോട്ട് ക്രിയേറ്റ്. നമ്മൾ പറയുന്നില്ലേ കോൾറിഡ്ജിൻ്റെ പ്രൈമറി ഇമാജിനേഷൻ, സെക്കൻഡറി ഇമാജിനേഷൻ, അതിലേതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞത്? സുപ്പീരിയർ ഏതാണ്? സെക്കൻഡറി ഇമാജിനേഷനാണ്. അതിലാണ് കളറ് കൊടുക്കുന്നത്. ഐഡിയാസിന് കളറ് കൊടുത്തിട്ട് ന്യൂ വർക്ക് ഓഫ് ആർട്ട് ഉണ്ടാക്കുന്നത് സെക്കൻഡറി ഇമാജിനേഷനിലാണ്. അതുകൊണ്ട് അതാണ് സുപ്പീരിയർ. കോൾറിഡ്ജിൻ്റെ കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. ഷെല്ലിയുടെ കാര്യത്തിൽ എന്താണ്? ക്വാളിറ്റി നൽകുന്നത് ഇമാജിനേഷനിലാണ്. അപ്പോൾ ഇമാജിനേഷനും ക്വാളിറ്റിയുമാണ് സെയിം. അതുകൊണ്ട് ക്വാളിറ്റി ഈസ് സുപ്പീരിയർ. അറ്റ് ദ സെയിം ടൈം ഇമാജിനേഷൻ ഈസ് also superior attribute. Reason cannot create but can only operate of what is created by imagination. Yes, correct. നോക്ക്, റീസൺ cannot create. റീസൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അത് ഓൾറെഡി ഉള്ളതാണ് റീസൺ അല്ലേ. ബട്ട് ക്യാൻ ഓൺലി ഓപ്പറേറ്റ്. പക്ഷേ ഈ റീസണിൽ നിന്നുകൊണ്ട് നമുക്ക് ഇമാജിനേഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. നല്ലൊരു പോയിൻ്റാണ് കേട്ടോ, നല്ലോണം ശ്രദ്ധിക്കുക. റീസൺ കനോട്ട് ക്രിയേറ്റ്. റീസൺ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞല്ലോ റീസണിൽ ക്രിയേറ്റിവിറ്റി ഇല്ല. എന്താണ് റീസൺ എന്ന് പറഞ്ഞാൽ? റിലേഷൻഷിപ്പ്, കുറേ തോട്ട്സും ഐഡിയാസും നമ്മളെ മനസ്സിലുണ്ടാവും. അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് റീസൺ. പക്ഷേ ഇമാജിനേഷന് കളറ് നൽകുകയാണ്. നമ്മളെ മൈൻഡിലുള്ള തോട്ടിന് പല കളറും കൊടുക്കണമെങ്കിൽ റീസൺ വർക്കൗട്ട് ചെയ്യണം, വേണ്ടേ? അപ്പോൾ റീസൺ ഒരിക്കലും ക്രിയേറ്റിവിറ്റി ഇല്ല. ബട്ട് ക്യാൻ ഓൺലി ഓപ്പറേറ്റ് ഓൺ വാട്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഇമാജിനേഷൻ. ഇമാജിനേഷനിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കിനെ ഓപ്പറേറ്റ് ചെയ്യുക ഏതിലൂടെയാണ്? റീസണിലൂടെയാണ്. അപ്പോൾ റീസണും നിർബന്ധമാണ്, എന്നാലേ ഇമാജിനേഷൻ ഉണ്ടാവുള്ളൂ. ഇമാജിനേഷൻ നിലനിന്നാൽ മാത്രമേ റീസൺ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ്, Shelley says poetry can be defined as the expression of the imagination. In this sense, according to him, all creators, not only artistic creators, are poets. A.C. Bradley says that poetry, which Shelley defines, is the whole creative imagination with all its product. Poetry is innate to human beings from their origin. Like a wind producing music on lyre, our internal and external impressions produce poetry in us. Imagination has its own language, which is directly connected to our thought. Thus, according to Shelley, poetry is superior to other forms of art because, unlike poetry, these forms face limitations and impediments between conceptions and expression. Poetry is a source of great delight. At the same time, poetic imagination is also a great instrument of moral good. Imagination makes a man really good and sympathetic. Poetry enlarges our imagination with ever new delightful thoughts. Shelley upholds the Platonic concept of poetic inspiration. According to him, one cannot compose poetry consciously. The source of poetic creation is innate, and the moment of inspiration will be sudden and transitory. He believes that when composition begins, inspiration is already on the decline. Like all romantics, he also believed that the source of creation is internal to the poet. Shelley says that poetry can be defined as the expression of imagination. ഷെല്ലി പറഞ്ഞു പോയട്രി എന്ന് പറഞ്ഞാൽ പോയട്രി ക്യാൻ ബി ഡിഫൈൻഡ്. പോയട്രി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇമാജിനേഷൻ്റെ എക്സ്പ്രഷനാണ് പോയട്രി. നമ്മൾ പോയട്രിക്ക് പല ഡെഫിനിഷനും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഷെല്ലിൻ്റെ ഡെഫിനിഷനാണ് എന്ത്? പോയട്രി ഈസ് ദ ബെസ്റ്റ് വേർഡ്സ് ഇൻ ബെസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഡെഫിനിഷൻ ഉണ്ട് നാട്ടോ എൻ്റെ ഓർമ്മ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ദ എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ. പോയട്രി എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഇമാജിനേഷൻ്റെ എക്സ്പ്രഷനാണ്. ഇമാജിനേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയ ആണ് പോയട്രി. ഇൻ ദിസ് സെൻസ്, അക്കോർഡിംഗ് ടു ഹിം, ഓൾ ക്രിയേറ്റേഴ്സ് ആർ നോട്ട് ഓൺലി ആർട്ടിസ്റ്റിക് ക്രിയേറ്റേഴ്സ് ആർ പോയറ്റ്. എല്ലാ ക്രിയേറ്റേഴ്സും പോയട്രാണ്. അല്ലാതെ എന്തല്ല ആർട്ടിസ്റ്റിക് ക്രിയേറ്റേഴ്സ് മാത്രമല്ല. ആർട്ട് ക്രിയേറ്റ് ചെയ്യണോലും മാത്രമല്ല പോയറ്റ്സ്, എന്ത് ക്രിയേറ്റ് ചെയ്യണോലും പോയറ്റ്സ് ആണ്. A.C. Bradley says that poetry, which Shelley defends, is the whole creative imagination with all product.
എന്താണ് ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷനിൽ AC ബ്രാഡ്ലി പറയുന്നത് എന്താണ് നോക്കൂ, ഒരു ക്രിയേറ്റീവ് ഇമാജിനേഷൻ വിത്ത് ഓൾ ഇറ്റ്സ് പ്രോഡക്ട്സ്, എല്ലാ ഭാഗവും ഒരു ഷെല്ലിൻ്റെ പോയട്രിയിലൂടെ പറയുന്നത് എന്താണ്, ഓൾ ക്രിയേറ്റീവ് ഇമാജിനേഷൻ, എല്ലാ പ്രൊഡക്റ്റും ഇമിറ്റേറ്റ് ചെയ്യും, എല്ലാ പ്രൊഡക്റ്റും ക്രിയേറ്റീവായിട്ട് ഇമാജിൻ ചെയ്യാൻ കഴിയും. ഇമാജിൻ ചെയ്യുന്നുണ്ട് ഷെല്ലിയുടെ ഡിഫെൻസ്, പോയറ്റിക് ഡിഫെൻസിൽ. പോയട്രി ഈസ് ഇന്നേറ്റ് ടു ഹ്യൂമൻ ബീയിങ്സ് ഫ്രം ദെയർ ഒറിജിൻ. പോയട്രി എന്ന് പറഞ്ഞ സാധനം ഹ്യൂമൻ ഒറിജിനിൽ ഇന്നേറ്റ് ആയിട്ടുള്ളതാണ്, ആദ്യമേ ഉള്ളതാണ് ആ ഒരു പോയട്രി എന്ന് പറഞ്ഞ ഒരു സംഗതി അല്ലേ. ലൈക്ക് എ വിൻഡ് പ്രൊഡ്യൂസിങ് മ്യൂസിക് ഓൺ ലയർ, എന്താണ് ഒരു ലയറിൽ മ്യൂസിക് ഉള്ളതുപോലെ എന്തുണ്ട്, നമ്മുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇംപ്രഷൻസ് പ്രൊഡ്യൂസ് പോയട്രി ഇൻ അസ്. നമ്മുടെ ഇൻറ്റേർണലും എക്സ്റ്റേണലുമായിട്ടുള്ള മതിപ്പുകൾ, ഇംപ്രഷൻസ് അല്ലെങ്കിൽ ഇമാജിനേഷൻസ് ആണ് പോയട്രി ഉണ്ടാക്കുന്നത് നമ്മളിൽ. അപ്പോൾ പോയട്രി എന്ന് പറഞ്ഞത് ഇന്നേറ്റാണ് ഹ്യൂമൻ ബീയിങ്സിൽ. ഇമാജിനേഷൻ ആസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. ഇമാജിനേഷൻ അതിൻ്റേതായിട്ടുള്ള കളർഫുൾ ലാംഗ്വേജ് ഉണ്ട്, അതാണ് പോയറ്റിക് ലാംഗ്വേജ്. സിമിലി മെറ്റാഫറൊക്കെ ചേർത്തിട്ടുള്ള ലാംഗ്വേജ്. ഇമാജിനേഷന് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ് ഉണ്ട്, വിച്ച് ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു അവർ തോട്ട്. ആ ഒരു ലാംഗ്വേജ്, ആ ഒരു ഇമാജിനേഷൻ ഡയറക്റ്റായിട്ട് നമ്മുടെ തോട്ടുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നു. ദിസ് അക്കോർഡിംഗ് ടു ഷെല്ലി പോയട്രി സുപ്പീരിയർ ടു അതർ ഫോംസ് ഓഫ് ആർട്ട്. ഷെല്ലിയുടെ അഭിപ്രായത്തിൽ പോയട്രിയാണ് വേറെ ആർട്ടിനേക്കാളൊക്കെ സുപ്പീരിയർ. ബിക്കോസ് അൺലൈക്ക് പോയട്രി these forms face limitations and impediments between conception and expression. ഇവിടെ ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹിസ്റ്ററിയും ഫിലോസഫിയും തമ്മിലൊക്കെ ഉള്ള ബന്ധങ്ങൾ. അതാണ് കേട്ടോ ഇവിടെ വേറെ സോഴ്സിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പോയട്രിനെ പോലെ അല്ലണ്ടോ, പോയട്രിയാണ് സുപ്പീരിയർ. കാരണം എന്താണ്, അൺലൈക്ക് പോയട്രിനെ പോലെയല്ല. ദിസ് ഫോംസ് ഫേസ്, വേറെ ഭാഗങ്ങൾ അതർ ഫോംസ് ഓഫ് ആർട്ടിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ദീസ് ഫോം ഫേസ് ലിമിറ്റേഷൻസ് ആൻഡ് ഇംപെഡിമെൻറ്റ്സ് ബിറ്റ്വീൻ കൺസെപ്ഷൻ ആൻഡ് എക്സ്പ്രഷൻ. കൺസെപ്റ്റ് ചെയ്യണ, നമ്മൾ വിചാരിക്കണേലും എക്സ്പ്രസ് ചെയ്യണേലും തമ്മിൽ എന്താണ് പലതരം ലിമിറ്റേഷൻസും തടസ്സങ്ങളും ഉണ്ടാവും വേറെ ഫോംസ് ഓഫ് ആർട്ടിലൊക്കെ. അതുകൊണ്ട് പോയട്രിയാണ് സുപ്പീരിയർ. ഇവിടെ ശരിക്കായിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സംശയം വരുന്നത്. ശരിക്കും ഇവിടെ ഫിലോസഫിനേക്കാളും ഹിസ്റ്ററിനേക്കാളൊക്കെ സുപ്പീരിയർ ആണ് പോയട്രി എന്നാണ് ഷെല്ലി പറയുന്നത്. മനസ്സിലായോ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫിലോസഫി, നമ്മൾ അരിസ്റ്റോട്ടിലൊക്കെ കമ്പയർ ചെയ്യുന്നല്ലോ, പ്ലാറ്റോ ഒക്കെ ഫിലോസഫി എന്താണ് വാട്ട് യൂണിവേഴ്സൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് തരുന്നുണ്ട് പോയട്രി. മറ്റതെന്താണ് ഹിസ്റ്ററി, പാസ്റ്റ് മാത്രമേ പറയണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഡെലിബറേറ്റ് എക്സ്പ്രഷനാണ് ഫിലോസഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫിലോസഫിനേക്കാളും ഹിസ്റ്ററിനേക്കാളൊക്കെ സുപ്പീരിയർ ആണ് പോയട്രി എന്നാണ് ഇവിടെ ഷെല്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു ഷെല്ലി പോയട്രി സുപ്പീരിയർ ടു അതർ ഫോംസ് ഓഫ് ആർട്ട് ബിക്കോസ് അൺലൈക്ക് പോയട്രിനെ പോലെയല്ല ദീസ് ഫോംസ് ഫേസ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതർ ഫോംസ് ഓഫ് ആർട്ടിനൊക്കെ എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, ഇംപെഡിമെൻറ്റ്സ് ഉണ്ട്, തടസ്സങ്ങളും ഉണ്ട്. പോയട്രി ഈസ് ദ സോഴ്സ് ഓഫ് എ ഗ്രേറ്റ് ഡിലൈറ്റ്. അറ്റ് ദ സെയിം ടൈം പോയറ്റിക് ഇമാജിനേഷൻ ഈസ് ഓൾസോ ഗ്രേറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മോറൽ ഗുഡ്. പോയട്രി എന്ന് പറഞ്ഞതൊരു ഡിലൈറ്റ്, സന്തോഷത്തിനുള്ള ഏറ്റവും നല്ല സോഴ്സ് ആണ്. അതേസമയം പോയറ്റിക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞത് ഗ്രേറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് മോറൽ ഗുഡ്നെസ്, നല്ലൊരു ആയുധമാണ് മോറൽ ഗുഡ്നെസ്സിൻ്റെ, നന്മ, വെർച്യു എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ വെർച്യു ഡിസ്ക്രൈബ് ചെയ്യുന്ന വെർച്യു ആണ് നമുക്ക് ഇമാജിനേഷനിലൂടെ കിട്ടുന്നത്, മോറൽ ഗുഡ്നെസ് ആണ് കിട്ടുന്നത്. ഇമാജിനേഷൻ മേക്ക് എ മാൻ റിയലി ഗുഡ് ആൻഡ് സിമ്പതറ്റിക്. ഇമാജിനേഷൻ ഒരു മനുഷ്യൻ എന്താക്കുന്നുണ്ട്, നല്ലതും സിമ്പതറ്റിക്കും ആക്കുന്നുണ്ട്. പോയട്രി എൻലാർജസ്, എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പുവറായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ സമൂഹത്തിന് മെസ്സേജായിട്ട് കൊടുക്കാൻ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് കാലത്ത് നടന്നു പോയ യുദ്ധങ്ങളൊക്കെ നടന്ന സമയത്ത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കേണ്ടത് വെച്ചാൽ ഒരു കവിതയിലൂടെ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പതിയും കാര്യങ്ങളൊക്കെ ആർജിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണ് കേട്ടോ ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോയട്രി ഒരു ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഡിലൈറ്റ് ആണ്. അതേസമയം ഇമാജിനേഷൻ എന്ന് പറഞ്ഞത് ഗ്രേറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മോറൽ ഗുഡ്. ഇമാജിനേഷൻ മേക്ക് എ മാൻ റിയലി ഗുഡ് ആൻഡ് സിമ്പത്തറ്റിക്. ഇമാജിനേഷൻ ഒരാളെ നല്ലതും ആക്കുന്നുണ്ട്, സിമ്പത്തറ്റിക്കും ആക്കുന്നുണ്ട്. പോയട്രി എൻലാർജസ് അവർ ഇമാജിനേഷൻ വിത്ത് എവർ ന്യൂ ഡിലൈറ്റ്ഫുൾ തോട്ട്. പോയട്രി നമ്മളെ ഇമാജിനേഷനെ വളർത്തിയിട്ട് ഒരു ന്യൂ ഡിലൈറ്റ്ഫുൾ തോട്ടാക്കി മാറ്റുകയാണ്. ഷെല്ലി അപ്ഹോൾഡ് ദ പ്ലാറ്റോണിക് കോൺസെപ്റ്റ് ഓഫ് ദ പോയറ്റിക് ഇൻസ്പിരേഷൻ. ഷെല്ലി ഇവിടെ ഏറ്റവും കൂടുതൽ അപ്ഹോൾഡ്, ഉയർത്തിപ്പിടിക്കുന്നത്
പ്ലാറ്റോണിക് കോൺസെപ്റ്റ് മീൻസ് ഡിവൈൻ കോൺസെപ്റ്റാണ്. പോയറ്റിക് ഇൻസ്പിറേഷനിൽ ഒരു ഡിവൈനായിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്. പോയട്രി എന്ന് പറഞ്ഞാൽ അയാൾ റിലീജിയനായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പോയട്രീനെ ഷെല്ലി ഒരു മതമായിട്ട്, അല്ലെങ്കിൽ പോയട്രി ഈസ് ഡിവൈൻ, അദ്ദേഹത്തിന് അത്രയും പോയട്രീന് അദ്ദേഹം അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഡിഗ്നിറ്റി ആൻഡ് നോവൽറ്റി ഷുഡ് ബി ദെയർ ഇൻ ദ പോയട്രി. ഡിഗ്നിറ്റി, നോവൽറ്റി, ശ്രേഷ്ഠത, എന്താണ് നോവൽറ്റി പറഞ്ഞാൽ പുതുമ, ഇതൊക്കെ പോയട്രിയിലുണ്ട്. സോ പോയട്രി ഈസ് ഡിവൈൻ. പ്ലാറ്റോണിക് പറഞ്ഞാൽ ഡിവൈൻ എന്നാണ് കേട്ടോ. നോട്ട് ചെയ്യട്ടോ പോയിന്റ്. ഡിവൈനായിട്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് പോയറ്റിക് ഇൻസ്പിറേഷനിലൂടെ. ഈ ഒരു പോയിൻ്റൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. അക്കോർഡിംഗ് ടു ഹിം വൺ കനോട്ട് കമ്പോസ് പോയട്രി കോൺഷ്യസ്ലി. ഒരാൾ അങ്ങോട്ട് മനഃപൂർവ്വം ഇരുന്ന് കഴിഞ്ഞാൽ പോയട്രി കമ്പോസ് ചെയ്യാൻ സാധിക്കൂല. പിന്നെ എങ്ങനെയാണ്? ദ സോഴ്സ് ഓഫ് പോയട്രി ക്രിയേഷൻ ഈസ് ഇന്നേറ്റ് ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇൻസ്പിറേഷൻ വിൽ ബി സഡൻ ആൻഡ് ട്രാൻസിറ്ററി. ഒരു പോയറ്റിക് ക്രിയേഷൻ എന്ന് പറഞ്ഞത് ഇന്നേറ്റായിട്ട് നമ്മളെ മൈൻഡിലുണ്ടാവും. ആ ഒരു മൊമെൻറ്റ് ഓഫ് ഇൻസ്പിറേഷൻ അത് നമ്മളെ മനസ്സിൽ ഇമിറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ, പ്രേരണ വരിക അല്ലെങ്കിൽ വികാരം വരിക പെട്ടെന്നായിരിക്കും അല്ലേ. അത് ചേഞ്ചിങ്ങും ആയിരിക്കും. അതിങ്ങനെ മാറി മാറിയിരിക്കും അല്ലേ. അതുകൊണ്ട് കുറേ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ച് അതിന് കളർഫുൾ ആക്കിയിട്ടൊക്കെയാണ് ഒരു കവിത എഴുതാൻ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ മനഃപൂർവ്വം ഇരുന്ന് ചിന്തിച്ചാലൊന്നും ഒരു കവിത എഴുതാൻ പറ്റൂല. ഇന്നേറ്റായിട്ട് നമുക്കതുണ്ട്. പക്ഷേ മൊമെൻറ്റ് ഓഫ് ഇൻസ്പിറേഷന് പെട്ടെന്നൊരു മൊമെൻറ്റിലെ വികാരം അത് പെട്ടെന്ന് സഡനായിട്ടാണ് അത് ആവുക. അത് ചേഞ്ചിങ്ങും ആയിരിക്കും. സഡനായിട്ട് വരുന്നൊരു പെട്ടെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ഒരു വികാരത്തിലൂടെയാണ് ഉണ്ടാവുക. ചേഞ്ചിങ് ആയതുകൊണ്ട് നിൽക്കുന്ന ഒരു വികാരങ്ങളായിരിക്കും അത്. He believes that when composition begins, inspiration is already on the decline. ഇതൊരു മെയിൻ പോയിൻ്റ് ആട്ടോ. കോമ്പോസിഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ അങ്ങനെ ഡിക്ലൈൻ ചെയ്യുന്നു, താഴ്ന്നു തുടങ്ങുന്നു. എഴുതി തുടങ്ങിയാൽ പിന്നെ ഇൻസ്പിറേഷൻ പോകും. പെട്ടെന്നുള്ളൊരു ഇൻസ്പിറേഷനിലാണ് എഴുതാൻ പോവുക കവിത. പക്ഷേ എഴുതാൻ തുടങ്ങിയാൽ ഇൻസ്പിറേഷൻ ഡിക്ലൈൻ ചെയ്യും. ലൈക്ക് ഓൾ റൊമാൻറ്റിക്സ്, എല്ലാ റൊമാൻറ്റിക്കിനെയും പോലെ he also believes that source of creation ഈസ് ഇൻറ്റേർണൽ ടു ദ പോയറ്റ്. ഒരു പോയറ്റിക് ഇയാൾ വിശ്വസിക്കുന്നത് എന്താണ്? ഒരു ക്രിയേഷൻ്റെ സോഴ്സ്, ഒരു പോയറ്റ് ക്രിയേറ്റ് ചെയ്യണതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ പോയറ്റിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള തോട്ട് തന്നെയാണ്. ഇൻറ്റേർണൽ ടു ദ പോയറ്റ്. അത് പോയറ്റിൻ്റെ ഉൾക്കാഴ്ചക്ക് അല്ലെങ്കിൽ ഉള്ളറിഞ്ഞിട്ടുള്ള തോട്ടിൻ്റെ എക്സ്പ്രഷന് അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഓഫ് ഇമാജിനേഷൻ തന്നെയാണ് ഒരു പോയട്രി എപ്പോഴും എന്നാണ് ഷെല്ലി പറയുന്നത് കേട്ടോ.